കോൺഗ്രസിന് രാജ്യ താൽപര്യമാണോ വലുത് അതോ ഇസ്ലാമിക താൽപര്യമാണോ? ഈ ചോദ്യം ചോദിച്ച് കാസ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം കാസ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ക്ലിപ്പിൽ കാണുന്നത് മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യം, തുർക്കിയോടുള്ള നിലപാട് എന്താണ് എന്ന് മാധ്യമപ്രവർത്തക ചോദിക്കുന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കളുടെ മറുപടി പറയാനുള്ള ആ ഒരു മടി. അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് മാറ്റുന്നതല്ലാതെ ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ മൈക്ക് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് മാറുന്ന ആ ദൃശ്യത്തെ ഒരു ചലച്ചിത്ര ദൃശ്യത്തോട് ഉപമിച്ചാണ് കാസ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം പ്രേക്ഷകർക്ക് അത് പിടികിട്ടും. ഇങ്ങള് പറ, വേണ്ട ഇങ്ങള് പറ, നിങ്ങളല്ലേ ആഫീസർ, ഇങ്ങള് പറഞ്ഞാൽ മതി. പണ്ട് മോഹൻലാലും ശ്രീനിവാസനും കൂടി അഭിനയിച്ച ഒരു ചിത്രത്തിലെ, ഞാൻ പേര് ഓർക്കുന്നില്ല, ആ ചിത്രത്തിലെ വളരെ രസകരമായ ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം ഉപമിപ്പിക്കുന്ന രീതിയിലാണ് കാസ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. തുർക്കിയുടെ കാര്യത്തിലുള്ള നിലപാട് എന്ത് എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറയാൻ മടിച്ച് മൈക്ക് ചിന്തേരി തള്ളിയതല്ലാതെ കോൺഗ്രസ് വക്താക്കളൊന്നും പറഞ്ഞില്ല എന്നാണ് കാസ കുറിക്കുന്നത്. തുർക്കിക്കെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് മടിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കുമെന്നും കാസ ചോദിക്കുന്നു. ഒന്നേ ഉള്ളൂ, തുർക്കിയിലെ സുൽത്താൻ എന്നാൽ ലോകത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ മുഴുവൻ ആധ്യാത്മിക നേതാവായ ഓട്ടോമൻ കാലിഫേറ്റിന്റെ ഖലീഫ കൂടിയാണ്. അതായത് ഇസ്ലാമിക വിശ്വാസി സമൂഹം എന്നർത്ഥം വരുന്ന ഉമ്മത്തിന്റെ തലവനും പ്രവാചകൻ മുഹമ്മദിന്റെ നേരിട്ടുള്ള പിന്തുടർച്ചക്കാരനുമായ ആത്മീയ രാഷ്ട്രീയ നേതാവിന്റെ സ്ഥാനപ്പേരാണ് ഖലീഫ. അതായത് നിലവിൽ തുർക്കിയിലെ എർദോഗനാണ് ഖലീഫ. അതുകൊണ്ടാണ് കോൺഗ്രസ് തുർക്കിയെ വിമർശിക്കാൻ മടിച്ചത്. ഒരു ചോദ്യം ഉന്നയിച്ചിട്ടാണ് കാസ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ചിന്തിക്കുക, കോൺഗ്രസിന് രാജ്യ താല്പര്യമാണോ വലുത് അതോ ഇസ്ലാമിക താല്പര്യമാണോ? എന്തായാലും അതിന്റെ ഉത്തരം പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. തുർക്കിയിലെ സുൽത്താൻ എന്നാൽ ലോകത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ മുഴുവൻ ആധ്യാത്മിക നേതാവായ ഓട്ടോമൻ കാലിഫേറ്റിന്റെ ഖലീഫ കൂടിയാണ്. ഇസ്ലാമിക വിശ്വാസി സമൂഹം എന്നർത്ഥം വരുന്ന ഉമ്മത്തിന്റെ തലവനും പ്രവാചകൻ മുഹമ്മദിന്റെ നേരിട്ടുള്ള പിന്തുടർച്ചക്കാരനുമായ ആത്മീയ രാഷ്ട്രീയ നേതാവിന്റെ സ്ഥാനപ്പേരാണ് ഖലീഫ. അവിടെ ആത്മീയതയും രാഷ്ട്രീയവും ഒക്കെ ഒന്നിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ബഹിഷ്കരണ ആഹ്വാനം നടത്തിയതിനു പിന്നാലെ സാമ്പത്തിക തിരിച്ചടികൾ നേരിട്ടു എങ്കിലും പാകിസ്ഥാനോടുള്ള തുർക്കിയുടെ പിന്തുണയിൽ മാറ്റമില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനോട് തുർക്കി ഇത്രയും അനുഭാവം കാണിക്കുമ്പോൾ തുർക്കിയോട് അനുഭാവം കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ എങ്ങനെ ഉപമിക്കണം അല്ലെങ്കിൽ എങ്ങനെ കാണണം എന്നത് മാത്രം ചിന്തിക്കുക. മോശം സമയങ്ങളിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ വ്യക്തമാക്കി. ഭാവിയിലും പഴയ കാലത്തെ പോലെ തങ്ങൾ പാകിസ്ഥാനൊപ്പം നിലകൊള്ളും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനാണ് അദ്ദേഹം ഈ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പെഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ തുർക്കി വ്യോമസേനയുടെ C-130 വിമാനം യുദ്ധക്കപ്പൽ എന്നിവ പാകിസ്ഥാനിൽ എത്തിയിരുന്നു. ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണങ്ങൾക്കായി പാകിസ്ഥാൻ ബൈറക്ടർ TB2 VH ഡ്രോണുകൾ ഉൾപ്പെടെ തുർക്കി നിർമ്മിത ഉപകരണങ്ങൾ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്രയ്ക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയത് തുർക്കി ഈ ആയുധങ്ങൾക്കൊപ്പം പ്രവർത്തകരെയും പാകിസ്ഥാനിലേക്ക് അയച്ചതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യൻ പ്രത്യാഘാത പ്രവർത്തനത്തിൽ 2 തുർക്കി സൈനികർ കൊല്ലപ്പെട്ടതായി അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തുർക്കിയുടെ തുറന്ന പിന്തുണയുടെ പ്രതിഷേധമായി ബോയ്ക്കോട്ട് ടർക്കി എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആണ്. 2023 വൻ ഭൂകമ്പത്തിന് പിന്നാലെ ഇന്ത്യ തുർക്കിക്ക് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ വ്യാപകമായി സഹായം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർ തുർക്കിയിലേക്കുള്ള യാത്രകൾ റദ്ദാക്കുകയും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായി തുർക്കിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ടൂറിസ്റ്റ് ബുക്കിംഗുകളിൽ 250% വർധനവുള്ള റദ്ദാക്കലാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. അതേസമയം തുർക്കി ഇപ്പോൾ ചൈനയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ്. ബൈറക്ടർ TB2 സോങ്കർ ഡ്രോണുകൾ, മിൽജം ക്ലാസ് യുദ്ധക്കപ്പലുകൾ, F-16 ജെറ്റുകൾ, അഗോസ്റ്റ 90B അന്തർവാഹിനികൾ തുടങ്ങിയ നൂതന ആയുധങ്ങളാണ് തുർക്കി പാകിസ്ഥാന് കൈമാറിയിട്ടുള്ളത്. എന്തായാലും തുർക്കിയുടെ നിലപാട് പാകിസ്ഥാനോട് ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. തുർക്കി അവരുടെ നിലപാട് മാറ്റുന്നില്ല. അതിലും കടുത്തതാണ് ഇതൊന്നും വ്യക്തമാക്കാതെ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.